പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കഷ്ടങ്ങളുടെ വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ചുകൂടെ നമ്മൾക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. We are studying the subject of sufferings. In continuation, we'll study some more. എബ്രായ ലേഖനം 4:12 വായിച്ചു. Hebrew 4:12. എബ്രായ ലേഖനം 4:12. Hebrew 4:12. For the word of God is quick and powerful and sharper than any two-edged sword, piercing even to the dividing asunder of soul and spirit and the joints and marrow, and is a discerner of the thoughts and intents of the heart. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കൂടെ ഈ കാര്യം ഇവിടെ ശ്രദ്ധിക്കുവാനായി കഴിയും. ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ, അതുപോലെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, നമ്മുടെ ശരീരം, ഇതെല്ലാം കൂടെ പ്രാണനും ആത്മാവും കൂടെ വളരെ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രാണനും ആത്മാവും കൂടെ ഒട്ടിച്ചേർന്നിരുന്നിട്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ ലോകപരമായ വേർപെടുവാനുള്ള വിഷമം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നത്. അപ്പനെയോ അമ്മയോ മക്കളെയോ ഒക്കെ വേർപെടുവാനുള്ളതായ വിഷമം. ആ ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്തുണ്ടാകണം? ദൈവവചനമാകുന്ന വാളിൽ കൂടെ വേർപാടുണ്ടാകണം. അതാണ് ഇവിടെ ദൈവവചനമാകുന്ന വാളിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ sword, the word of God. ഈ കാണിച്ചിരിക്കുന്നത് sword, the word of God. അപ്പം നമ്മുടെ ആത്മാവും പ്രാണനും കൂടെ ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്തുണ്ടാകണം? മാറ്റമുണ്ടാകണം. എന്നാൽ മാത്രമേ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. See, just for the brothers who have come, we are reading from Hebrew chapter 4 verse 12. Hebrew chapter 4 verse 12. There we read, for the word of God is quick and powerful and sharper than any two-edged sword, piercing even to the dividing asunder of soul and spirit and the joints and marrow, and is a discerner of the thoughts and intents of the heart. So through our spirit, if you see here, our spirit and our soul is closely knitted, attached, and it has to be separated. Then only the Holy Spirit can take your spirit. When your spirit is attached so much to your soul, then you will be attached to the world. You will be attached to the family. You will be attached to many things in the world. So if that has to happen, just like in the car, there is a clutch system. You know, when you apply the clutch, the vehicle is disengaged from the engine. In the same way, your soul has to be separated from the spirit. Then only Holy Spirit can take your spirit to anywhere He wants. So through the word of God, it has to be separated. നമ്മുടെ ആത്മാവും പ്രാണനും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ആത്മാവും പ്രാണനും, ആ ആത്മാവും പ്രാണൻ്റെയും മധ്യത്തിൽ ദൈവവചനമാകുന്ന വാൾ വന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? രണ്ടിനെയും വേർപിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മിലുള്ളതായ പരിശുദ്ധാത്മാവ്, നമ്മിലുള്ളതായ പുതു മനുഷ്യൻ നമ്മുടെ ആത്മാവിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. മനസ്സിലായോ? നമ്മളിലൊരു പുതു മനുഷ്യനുണ്ട്,
നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൂടാതെ നമ്മിൽ എന്തുണ്ട്? ആത്മാവും പ്രാണനും. നമ്മുടെ ആത്മാവും പ്രാണനും കൂടെ എന്ത് ചേർന്നിരിക്കുകയാണ്? എപ്പോഴും ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അതിന് സഹായിക്കാനായി ജഡവും കൂടെ നിൽപ്പുണ്ട്. ജഡം കൂടെ ചേർന്ന് ആത്മാവിനെ പിടിച്ചെന്ത് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ആത്മാവിനും പ്രാണനും ഇടയ്ക്ക് എന്ത് വരണം? ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ വരണം. See, if you practically see your own personal life, you can find your spirit and your soul is knit together. Then the flesh also helps together. So then love for the wife, love for the children, love for the material things will increase in your heart. If your Holy Spirit, your inner man and the Holy Spirit has to take over your spirit, this soul should be disengaged from your spirit. നമ്മുടെ പ്രാണനിൽ നിന്ന് ആത്മാവിനെ എന്ത് ചെയ്യണം? വേർതിരിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ആത്മാവിനെ എന്ത് ചെയ്യാനൊക്കെയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവിൽ സേവിക്കുന്ന എൻ്റെ ദൈവം. അപ്പോൾ ഈ സംഭവം നടന്നില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എന്തിലാവും? ബുദ്ധിയിൽ കൂടെ ആയിപ്പോവും. കാരണം നമ്മുടെ പ്രാണനിൽ എന്തുണ്ട്? ബുദ്ധി, പ്രാണനിൽ തീരുമാനിക്കാനുള്ള കഴിവ്. അപ്പോൾ പ്രാണനിൽ നിന്ന് ഈ ആത്മാവിനെ എന്ത് ചെയ്യണം? വേർപെടുത്തണം. See, in our soul there is the will, the mind, the emotion. So if you do not separate your spirit from the soul, this mind and all things will come. But if you separate it, then the Holy Spirit and inner man take control of your spirit. Then you will be able to serve the Lord in the spirit. പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ അകത്തുള്ള ആത്മാവിനെ എന്ത് ചെയ്യണം? പ്രാണനിൽ നിന്ന് വേർപെടുത്തണം. അതിന് ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ, ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്. വചനമാകുന്ന വാൾ എന്തിനാ? ലൂക്കോസ് 9:23, ലൂക്ക് 9:23. നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? ത്യജിക്കണം. വായിച്ചാൽ ലൂക്ക് 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ തന്നെത്താൻ നിഷേധിക്കണം. അപ്പോൾ വചനമാകുന്ന വാൾ തന്നെത്താനെ നിഷേധിക്കുന്ന, നമ്മുടെ പ്രാണനെ നിഷേധിക്കുന്നതായ എനിക്ക് എന്നെ തന്നെയല്ല വേണ്ടത്, എൻ്റെ കർത്താവിനെ കാണിക്കണം. അവിടെ എന്ത് വരണം? വചനമാകുന്ന വാൾ വന്ന് അതിനെ മുറിക്കണം. പിന്നെ ലൂക്കോസ് 14:26 മുതൽ വായിച്ചാൽ, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാനിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വാസ്തവമായി നാം നമ്മുടെ അനുഭവം ഓരോരുത്തർ നോക്കിയാൽ നമ്മൾക്ക് നമ്മുടെ വസ്തുക്കളോട്, ഭവനത്തോട്, ഭാര്യയോട്, മക്കളോട്, കുഞ്ഞുങ്ങളോടെല്ലാം വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മുടെ ആത്മാവ് വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ആത്മാവിനെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ജഡം ഇതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ആത്മാവിനെയും പ്രാണനെയും കൊണ്ടൊന്ന് ഒട്ടിച്ചു പിടിച്ചു വെപ്പിച്ചിരിക്കുകയാണ്. ജഡം, സാത്താനാൽ ഉൾപ്പെട്ട ജഡം. അപ്പോൾ ആ ജഡം വന്നിട്ട് ആ ജഡത്തിൽ നിന്ന് ഇതിനെ എന്ത് ചെയ്യണം? രണ്ടിനെയും കൂടെ വേർപിരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ് സ്വാതന്ത്ര്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിയും കുറച്ച് ജ്ഞാനവും, കാരണം നമ്മുടെ സോളിൽ, നമ്മുടെ പ്രാണനിൽ എന്തുണ്ട്? ബുദ്ധിയും
നമ്മുടെ പരിജ്ഞാനവും നമ്മുടെ പരിചയങ്ങളും നമ്മൾ സിദ്ധിച്ചതെല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം കൂടെ എന്തിനകത്ത് കടന്നു വരും? നമ്മുടെ ആത്മാവിൽ. ആ വേർപാടുണ്ടാകണം. ആ വേർപാടുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിന് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു, എൻ്റെ ശരീരത്തു കൂടെ ഒന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാവിനെ എന്ത് ചെയ്തു? കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ പ്രാണനിൽ നിന്ന് എന്ത് ചെയ്യണം? വചനമാകുന്ന വാളുകൊണ്ട് വേർപെടുത്തണം. വചനം എന്ന് പറഞ്ഞാൽ വേർപാട്. Let me share. See, what is more important is your spirit should be separated from your soul. In your soul, your knowledge is there, your past experience is there, your wisdom is there. So if you do not separate it slowly, that will come into your spirit. Then you may be preaching in the spirit. You may be preaching in the soul. You may be doing everything in the soul. So through prayer, we have to overcome that. Through prayer. And when we overcome that, then we separate it, then you will enjoy the great presence of God. So our spirit should be free. Now, ഇനി ഞാൻ കുറച്ച് ആഴമായ കാര്യങ്ങൾ പറയുവാൻ പോവുകയാണ്. അത് നിങ്ങൾ നല്ല മനസ്സോടെ ശ്രദ്ധിക്കണം. Now I'm going to share some deeper things. വാസ്തവമായി പറഞ്ഞാൽ നിങ്ങൾ നല്ല ഇതിൽ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളൊരു കുടുംബജീവിതം സന്തോഷമായിട്ട് കഴിച്ചിവിടെ പോവുക, അങ്ങനെ സ്വർഗത്തിലോട്ട് പോവുക അല്ല ദൈവത്തിൻ്റെ പ്ലാൻ. കുടുംബജീവിതം തന്നത് തന്നെ ദൈവം ഭാര്യ ഭർത്താക്കന്മാർ തന്നു, മക്കളെ തന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഉത്തരവാദിത്വത്തോടുകൂടെ മക്കളെ വളർത്തണം. എന്നാൽ അതല്ല മുഖ്യ ഉദ്ദേശം. മുഖ്യ ഉദ്ദേശം ഓരോരുത്തർ വ്യക്തികളായി, ഭാര്യ തന്നെ, ഭർത്താവ് തന്നെ, മക്കൾ ഓരോരുത്തർ ദൈവത്തിൻ്റെ രൂപത്തിലാകുവാൻ തക്കവണ്ണം യോഗ്യരായി തീരണം. ഓരോരുത്തരായി, കുടുംബമായിട്ടല്ല. ഈ ദൈവം മനുഷ്യരുടെ മധ്യത്തിൽ കുടുംബത്തിൻ്റെ സ്നേഹം തന്നിരിക്കുന്നു. അതുപോലെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മൃഗങ്ങളിലും ഇതുണ്ട്. എന്നാൽ മൃഗങ്ങളിൽ ഒരു താണ നിലവാരത്തിലേ ഉള്ളൂ. നമ്മിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലുണ്ട്. മൃഗങ്ങളിലുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും പശുവിനും കാളയ്ക്കും എല്ലാം ഉണ്ടിത്. എന്നാൽ നമ്മൾക്ക് അവരെക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരായി, ഇപ്പം നിങ്ങൾ ദൈവവചനം ചിന്തിച്ചു നോക്കിയാൽ കർത്താവ് ഓരോരുത്തരുടെ കാര്യമാണ് പറയുന്നത്. യോഹന്നാൻ 3:16 വായിച്ചാട്ട്. യോഹന്നാൻ 3:16. I'll explain this in English later. It's important for you also to know it. 3:16 വായിച്ചാൽ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ കൊടുത്തിരിക്കുന്ന എത്ര പേരെയാ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒറ്റയാളെയാണോ ഒന്നിൽ കൂടുതൽ പേരെയാണോ? ഏവനും. ഇനി വെളിപ്പാട് ദിവസം 3:20 വായിച്ചാട്ട്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം ആരെങ്കിലും, അത് എത്ര പേരെ കുറിച്ചാണ് പറയുന്നത്? ഒറ്റയാൾ. ഇനി 3:21 വായിച്ചാട്ട്. ഒരുപാട് വാക്യങ്ങളുണ്ട്. ജയിക്കുന്നവന് ഞാൻ എന്നോട് ജയിക്കുന്നവന്. അപ്പോൾ പ്രിയമുള്ളവരെ, വാസ്തവമായി നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് പിതാവാകുന്ന ദൈവം പിതാവായും നമ്മളെല്ലാം മക്കളായി ഒരു കുടുംബജീവിതം വരുന്നേ ഉള്ളൂ. അതെവിടെയാണ് ആരംഭിക്കുന്നത്? പുതിയ യെരൂശലേമിൽ. ഇപ്പോഴുള്ള സ്നേഹമൊക്കെ ആ സ്നേഹത്തെ അനുസരിച്ച് നോക്കിയാൽ ഒന്നുമേ ഇല്ല. നമ്മുടെ എല്ലാം കൂടെ ഒരു കുടുംബം, ഒരു ശരീരം, ഒരംഗം. അതാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുക എന്ന് പറഞ്ഞാൽ. എൻ്റെ കൈ നോക്കിയാൽ ഈ 5 വിരലുണ്ട്. 5 വിരലിനും തുല്യമായ അവകാശമാണ്. അതുപോലുള്ളൊരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ അനുഭവത്തിലേക്ക് വരണം. ചിലപ്പോൾ നമ്മൾ ചില ഭാര്യയോടും മക്കളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ അങ്ങ് അടുത്തങ്ങിരിക്കും. അപ്പോൾ ചിലപ്പം കർത്താവ് ചില കാറ്റുകൾ അയച്ചിട്ട് എന്ത് ചെയ്യും?
ഒന്ന് വേർപെടുത്താൻ നോക്കിയാലും നമ്മൾ എന്ത് ചെയ്യും? ഇല്ല കർത്താവേ എനിക്ക് അടുത്ത് വന്നേ ഒക്കുള്ളൂ എന്ന് പറയും. പിന്നെയും കർത്താവ് എന്ത് ചെയ്യും? കഷ്ടത അയക്കും. ചിലപ്പോൾ ചില കഷ്ടങ്ങൾ നമ്മളെ വേർപെടുത്തി നിർത്തുവാനാണ്. എന്നാൽ വചനം അറിഞ്ഞ് തങ്ങളെ തന്നെ വേർപെടുത്തി നിർത്തുന്നവർക്ക് ആ പ്രശ്നം വരത്തില്ല. ഇതാണ് ഞാൻ തങ്ങളെ തന്നെ അവരുടെ നിലയിൽ നിർത്തിയിരിക്കുന്നവർക്ക് എന്ത് വരികയില്ല? നിങ്ങളുടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടെന്നാൽ അവർക്ക് തങ്ങളെ തന്നെ എനിക്ക് എന്നെ തന്നെ ഒരുങ്ങണം, ആ നിലയിൽ നിൽക്കുമെന്നൊക്കെ വരില്ല. എന്നാൽ ചിലരെന്ത് ചെയ്യും? അയ്യോ എനിക്ക് വേണം. അപ്പം കർത്താവ് എന്ത് ചെയ്യും? ചിലരുടെ കൂട് കർത്താവ് എത്ര പ്രാവശ്യം ഇളക്കിയാലും അവർ വിടത്തില്ല. അല്ല, എത്ര പ്രാവശ്യം ഇളക്കിയാലും എന്ത് ചെയ്യില്ല? ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് വാക്യം പിടിച്ചോട്ട് തൂങ്ങിക്കിടക്കുക. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കുക. ആ ഒരു വാക്യത്തിൽ, ആ വാക്യം എന്തിനു വേണ്ടി പറഞ്ഞു? നിങ്ങൾ ആരെ വേണേലും തിരഞ്ഞെടുത്തോ, ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് അവിടുത്തെ പറഞ്ഞ് യോശുവ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആ അർത്ഥം വിട്ടിട്ട് ഇപ്പോഴും എന്ത് പിടിച്ചോണ്ടിരിക്കുക? ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ ഭാര്യയും കൊണ്ടേ പോകത്തുള്ളൂ. അതിന് കൊണ്ടുപോകാനുള്ള സ്ഥലമാണ് നരകം. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരായി ഒരുങ്ങണം. നമ്മുടെ യഥാർത്ഥമായ കുടുംബജീവിതം വരുന്നതേ ഉള്ളൂ. അതെവിടെയാണെന്നറിയാം? അവിടെ ആരാണ് പിതാവ്? വലിയവനായ ദൈവം പിതാവായി. അപ്പോൾ ചിലപ്പോൾ കഷ്ടതകൾ എന്തിനു വേണ്ടിയാണ് ചില കഷ്ടതകൾ വരുന്നത്? നിങ്ങളെ ഒന്ന് ആ കുടുംബത്തിൽ നിന്നും വസ്തുക്കളിൽ നിന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ മനസ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? ഒന്ന് വേർപെടുത്തിയേ ഒട്ടിപ്പിടിച്ചിരിക്കുക. എത്ര വചനം പറഞ്ഞാലും എന്ത് ചെയ്തിരിക്കുക? ഒട്ടിപ്പിടിച്ചിരിക്കുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം? ഒന്ന് വേർപെടുത്തണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവേ എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ കാര്യത്തിൽ ഇത്ര കാറ്റടിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയും, നീ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ്. നീ കുടുംബത്തിന്റെ കാര്യങ്ങൾ കേട്ട് നീ എന്ത് ചെയ്തിട്ട് അതുകൊണ്ട് നിന്നെ മാറ്റി വെക്കുള്ളൂ. പിന്നെ പിടിച്ച് കിടക്കും. നിരാശയല്ലാതെ വേറൊന്നും ലഭിക്കില്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും അവരവരുടേതായ സ്നേഹത്തിൽ ദൈവത്തിന്റെ വചനത്തിനനുസരണമായി നിന്ന് മുൻപോട്ട് പോയാൽ കുഴപ്പമില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതലായി അറ്റാച്ച്മെന്റ് ആയാൽ ദൈവം ചെയ്യും, അതിനെ ഇളക്കിയേ മതിയാകും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമോ? ഇതെന്തോ ഈ ദൈവജനമാണോ ഈ പറയുന്നത്? കാരണം ഹൃദയത്തിന് വേദന വരുന്ന കാര്യമാണിത്. ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ പറയുന്ന കാര്യമാണിത് എന്ന് ചിന്തിച്ചു. എന്നാൽ ഞാൻ പറയുന്നതാണ് സത്യം, വേദപുസ്തകത്തെ സത്യം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന് ഞാൻ പറയുന്നതിന് വിപരീതമായ ഏതെങ്കിലും ഒരു വാക്യം കൊണ്ടുവന്ന് നിങ്ങളുടെ വാക്യത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വാക്യം ഒന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. ഇത് വൈകിട്ട് നിങ്ങൾ കൊണ്ടുവരാം. Let me tell you in English, my dear brothers and sisters, sometimes God allows problem in your family life to separate you from the attachment. See, your soul and spirit is so attached. When your soul is attached with the spirit, along with the soul is your family life. Your attachment to the worldly things. You as a chosen person, God wants you to be a separate individual. Let us read John 3:16. Please read John 3:16. God is not speaking of the collective salvation, individual salvation. You should understand that. John 3:16. For God so loved the world that He gave only begotten Son, that whosoever, it is not mentioned about more than one, whosoever, single person, whosoever. Then we come to Revelation chapter 3 verse 10. There are so many scriptures. I've selected only 2 or 3 scriptures. When if you go, you can find so many scriptures. Revelation 3:20. Behold, I stand at the door and knock. If any man is not, there also it is singular, it is not plural. If any man, then verse 21, to him that overcometh will I grant to sit with me in my throne. To him, there also it is not a group of people, individual. So, God has given the love between husband and wife, family life,
And the same love you can find among the animals also, but in a lower level. But this is not the real love. This family love God has given for reproduction and then to bring up our young ones so that they may also grow up. Nothing more than that. Real love is agape love. So God wants husband to be prepared separately, wife to be prepared separately, children to be prepared separately. God's dealing with the people is individual dealing now. Now collective dealing, real family life will start in New Jerusalem. There, Father God will be a father, and it will be a universal family. Universal family, just like the body member. Just like I have this hand. This is one finger, this is another finger. These fingers have equal right. Similarly, we have got the privilege to become member of the body of Christ. That is the close relationship. So in order to come to that universal love, Jesus said, forsake your wife, forsake your mother, forsake your father, forsake your children. But when you do not do that, God allows sufferings. God will shake your family life. When God shake your family life, if you do not know the mystery, oh Satan, get out, Satan, get out, you may shout. But God allows Satan to shake your family life so that you may be separated. I am sharing you the true word of God. So many of think that, God wanted us to lead a holy family life. That is because of your phileo love. See, there is love when we find there are so many kinds of love. One is eros. Eros means sexual love. Then number 2 is phileo. This is family love. You can say husband, wife, father, mother. Phileo. Then number 3 is agape. This is the true love. This is sexual love just for reproduction. Then phileo love just to take care of the other, one with the other. But the actual love is agape love. God wants to close these two love, and God wants you to have this agape love forever and ever. That is the true word of God. That's for that purpose you and I are called. Therefore, God will allow some shaking in your family, some troubles in your family. At that time, what you should say? Lord, protect it. No, you should say, Lord, disturb the nest and prepare me according to your way. കർത്താവിൻ്റെ വചനത്തെ നാം നോക്കുമ്പോൾ ഇറോസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക സ്നേഹം, രണ്ടാമത് ഫിലേയോ എന്ന് പറഞ്ഞാൽ ലൈംഗിക സ്നേഹത്താൽ മറ്റുള്ളവരെ റീപ്രൊഡ്യൂസ് ചെയ്യുക, മക്കളുണ്ടാകുക, അല്ലെങ്കിൽ കാള, പശുക്കൾ, അവർക്കെല്ലാം ഉണ്ടത്. എന്നാൽ ഫിലേയോ എന്ന് സ്നേഹം എന്ന് പറഞ്ഞാൽ അവരെ വളർത്തിയെടുക്കുന്ന സ്നേഹം. എന്താ, അവരെന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി ചിന്തിച്ച്. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം എന്താണ്? അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സമുദ്രം പോലുള്ള സ്നേഹം. അതാണ് ശരിയായ സ്നേഹം. അപ്പോൾ ഈ രണ്ട് സ്നേഹമല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ത് സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്? അഗാപ്പേ സ്നേഹം. ഈ അഗാപ്പേ സ്നേഹം നിറയണമെങ്കിൽ എന്ത് മാറണം? ഈ ഫിലയോ സ്നേഹം നമ്മിൽ നിന്ന് മാറണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾ എന്താണ് വായിക്കുന്നുണ്ടല്ലോ, 1 പത്രോസ് 1:22 വായിച്ചാൽ. 1 Peter chapter 1 verse 22.
എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. സഹോദരപ്രീതി എന്ന് പറഞ്ഞിട്ട് അത് വാസ്തവത്തിൽ ഗ്രീക്ക് പദത്തിലേക്ക് വരുമ്പോൾ സഹോദരപ്രീതി എന്ന് പറയുന്ന ഫിലയോ സ്നേഹം. ആ ഫിലയോ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ എന്തായി തീരണം? നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പൻ. അവിടെ വരുന്നത് അഗാപ്പേ സ്നേഹം, ദൈവസ്നേഹത്താൽ നിറയണം. See in 1 Peter chapter 2 verse 22, seeing you have purified your souls in obeying the truth through the Spirit unto unfeigned love to the brethren, see that you love one another with pure heart fervently. There two words are written. One is phileo love, another is agape love. Means we have phileo love. Namalku we ours brothers have the phileo love. We love one another. But from that we have to go to agape love. Now, for example, my son and my daughter is here. We were having phileo love. But by the grace of God, God has brought us into agape love. In phileo love means, if, for example, my daughter-in-law is here, if she does something that is pleasing to me, I'll accept it. If it is not pleasing to me, I'll not accept it. So phileo love will always reciprocate. But agape love, whether my daughter-in-law does bad or good, love will flow out from me. That is a stronger, deeper love, unlimited love. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ കൂടെ പറയട്ടെ. ഇപ്പോൾ ദൈവം നമ്മെ ഈ സാധാരണ സ്നേഹത്തിൽ നിന്ന് ആഴമേറിയ സ്നേഹത്തിലേക്ക് വിളിക്കുകയാണ്. ആഴമേറിയ സ്നേഹത്തിലേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മരുമകൾ ഇവിടെയുണ്ട്. ഫിലയോ സ്നേഹമാണെങ്കിൽ എനിക്കിഷ്ടമുള്ളത് അവൾ ചെയ്താൽ എനിക്ക് അവളോട് സ്നേഹം ഉണ്ടാവും. എനിക്കിഷ്ടമില്ലാത്ത ചെയ്താൽ വെറുപ്പ് തോന്നും. എന്നാൽ അഗാപ്പേ സ്നേഹമായാൽ അഗാപ്പേ സ്നേഹമായാൽ അവൾ എന്ത് തെറ്റ് ചെയ്താലും, അവളെന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് വേണ്ടി സ്നേഹം ധാരാളമായി എന്തു ചെയ്യും? പകരപ്പെട്ടുകൊണ്ടിരിക്കും. സോ ഫിലയോ ലവ് എന്ന് പറഞ്ഞാൽ, ഫിലയോ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് സ്നേഹം കൊണ്ട് നടക്കുക. അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെ നിറഞ്ഞ സ്നേഹമാണ്. അപ്പോൾ ആ സമുദ്രം പോലെ നിറഞ്ഞ സ്നേഹം വരുന്നത് ഇപ്പോൾ ഫിലയോ ലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി, ഇത്ര പേർക്ക് വേണ്ടി മാത്രം, എൻ്റെ മരുമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടി മാത്രം, അതാണ്. എന്നാൽ ഫിലയോ അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ എത്രമാത്രം ആഴമുണ്ടോ ആ ഉന്നതമായ അനുഭവത്തിലേക്ക് വരണം. ആ ഉന്നതമായ അനുഭവത്തിലേക്ക് എല്ലാവരും വരാൻ ഒക്കുകയില്ല. ഇപ്പോൾ വിവാഹം കഴിച്ച ഭാര്യയെ തീർച്ചയായിട്ടും കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ സാധിക്കുകയില്ല. അവൾ തന്നെത്താൻ ഒരുങ്ങി വരണം. മക്കളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ഒക്കുകയില്ല. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ക്രമീകരിക്കണം. അവർ തന്നെത്താൻ എന്ത് ചെയ്യണം? ഒരുങ്ങി വരണം. ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയേ ഒക്കുള്ളൂ, എൻ്റെ മക്കളെ കൊണ്ടുപോയേ ഒക്കുള്ളൂ. നടക്കുകയില്ല സഹോദര. നിന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നീ ചെയ്യുക. ബാക്കി അവർ ഓരോരുത്തർ തന്നെത്താൻ എന്ത് ചെയ്യണം? ഒരുങ്ങണം. നിങ്ങൾ കർത്താവിൻ്റെ സിംഹാസനം നിൽക്കുമ്പോൾ, കർത്താവ് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു, എൻ്റെ മകന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ളതായ മനസാക്ഷി നമുക്കുണ്ടായിരിക്കണം. എന്നാൽ നിങ്ങളതെല്ലാം ചെയ്തതുകൊണ്ട് അവരെല്ലാം തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ഒക്കുമെന്നുള്ളത് തീർച്ച പറയാൻ കഴിയില്ല. ഓരോരുത്തർ തങ്ങളെ തന്നെ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. നിത്യതയിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്ന ആരും അന്വേഷിച്ചു പോകയില്ല. നിത്യതയിൽ ചെന്നിട്ട് എൻ്റെ മകൾ എന്ത് ചെയ്യുന്ന ആരും അന്വേഷിച്ചു പോകില്ല. കാരണം അവിടുത്തെ സ്നേഹം ഇതിനേക്കാൾ എന്താണ്? എത്രയോ കോടി ആഴമേറിയതാണ്. എത്രയോ കോടി ആഴമേറിയതാണ്. അതുകൊണ്ടാണ് ആദിമകാലത്തെ വിശുദ്ധന്മാർ അല്പമായിട്ട് ഇത് അനുഭവിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അവരുടെ വസ്തുക്കളെല്ലാം വിറ്റ് എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് നോക്കിയിരുന്നില്ല, വിശുദ്ധന്മാർ കഴിക്കട്ടെ, വിശുദ്ധന്മാർ കഴിയും. വസ്തുക്കളെല്ലാം വിറ്റിട്ട് കൊണ്ടുകൊടുത്തുണ്ട്. കാരണം ആരെക്കുറിച്ചാണ് ചിന്തിച്ചത്? മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനിടയായി.
അതാണ് യഥാർത്ഥ സ്നേഹം. ആ അനുഭവത്തിലേക്കാണ് ദൈവമക്കൾ മടങ്ങി വരേണ്ടത്. അപ്പൊ ആ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നിങ്ങൾ സമർപ്പിച്ച് കർത്താവേ എന്നെ നിന്നെ പോലെ ആക്കണമെന്നുള്ള സമർപ്പണം കേട്ടു, എന്നാൽ കുടുംബത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കിയെന്ന് വന്നേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വസ്തുവകളെല്ലാം പിടിച്ചെത്തുമെന്ന് വന്നേക്കാം. എന്തിനാ ദൈവം ആ കൂടിനെ ഇളക്കുന്നത്? നമ്മളെ എന്ത് ചെയ്യാനാ? അന്നേരം കർത്താവെ ഞാൻ ഉപവാസം ഇരിക്കുക, ഞാൻ പറഞ്ഞ വെറുതെ സമയം ചെലവഴിക്കല്ലാതെ യാതൊരു പരിപാടിയും ഇല്ല. ഞാൻ ഉപവാസം ഇരുന്ന് ശരിയല്ല. കർത്താവിൽ കൂടിനെ ഇളക്കുമ്പോൾ കർത്താവെ സ്തോത്രം സ്തോത്രം, നീ ഇതിൽ കൂടെ എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് കർത്താവെ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിനെ എന്ത് ചെയ്യണം? വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി മുറിക്കണം. ആര് ചെയ്യണം? അത് നമ്മൾ ചെയ്യണം. നമ്മൾ വെട്ടി മുറിച്ചില്ലെങ്കിൽ, ചില കർത്താവിൻ്റെ ദാസന്മാർ വെട്ടി മുറിച്ചില്ലെങ്കിൽ മരണം വന്ന് കർത്താവ് എന്ത് ചെയ്യും? മാറ്റും. പിന്നെ തനിയേ കിടന്ന് ഞരങ്ങി ഒരുങ്ങേണ്ടി വരും. തന്നെത്താനെ മറിച്ചാൽ എന്താവും? കഷ്ടപ്പാട് കൂടാതെ കാര്യം നടക്കും. അല്ല, എന്താ ഞാൻ എൻ്റെ കർത്താവേ, നീ എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും വിട്ടേച്ച് ഒരു കാര്യവും ചെയ്യല കർത്താവ്, അവരെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. എന്നാൽ കർത്താവ് എന്ത് ചെയ്യും? അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന അങ്ങനെ ഉണ്ടാകും. അങ്ങനെയാണ് അനേകർക്കും ഈ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്നതാണ് ദൈവവചനം. See, so beloved, in our Christian life, we should know what is the deeper things. We should not move according to our human feelings. Through our human feelings may be attached with wife and children and property and relative too much. But it has to be separated. God has given you a family for reproduction and also protect your children so that they may get an opportunity to grow up in the Word of God. But later on, as you keep growing in the Lord, then there'll come a time to get separated. Wife has to be separated from the husband. Children has to be separated. Because the Word of God says, if any man hear my voice and knock at the door, it is individual, it is not collective. We quote what Joshua said, myself and my family will serve God. That is, then what he declared before the people of Israel, the testaments of God. And they said, what do you want to do? You do. But we, myself and my family, serve God. That is applicable there. It is not applicable in New Jerusalem. When you go to New Jerusalem, friend, you will not look for to see where is my wife, I want to stand with her. Their deeper love of agape, which is 100 millions and millions of times deeper than filial love. Filial love is always connected with some attractions, reciprocation. God calls us that when we become member of the one body, that means this finger and this finger and this finger, that is the body of Christ. That's how first century saints, when they learned this great love, they sold their properties. They did not bother for their children. One man was bothered for his family and children, who was Anani and Sapphira. Both of them died. God killed both of them. Both of them. So the first century saints enjoyed that love. Jesus brought that love, which is far superior than filial love. So our family attachment has to be cut, should be separated, and should be brought under the Word of God. If you don't do that, friend, you will not be found in New Jerusalem. ഈ അനുഭവത്തിലേക്ക്, ഈ ഉയർന്ന അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിൽ പുതിയ യെരൂശലേമിൽ കടക്കയില്ല. പുതിയ യെരൂശലേമിൽ കടക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ളിൽ നടക്കുന്ന ആ സ്നേഹത്താൽ നാം എന്തായിത്തീരണം? ബന്ധിതരായിത്തീരണം. സോ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ചിലപ്പോൾ എന്തു ചെയ്യും? കഷ്ടങ്ങൾ അനുവദിക്കും. ചിലപ്പോൾ രോഗങ്ങൾ അനുവദിക്കും, ചിലപ്പോൾ കഷ്ടങ്ങൾ അനുവദിക്കും.
അപ്പോൾ ഉടനെ ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇരിക്കുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും ഒരുപാടങ്ങ് സ്നേഹിക്കുക. ഉടനെ കർത്താവ് ഭാര്യയ്ക്ക് ഡയബറ്റീസ് അയച്ചു, അല്ലെങ്കിൽ ഭർത്താവിന് ഡയബറ്റീസ് അയച്ചു, അല്ലെങ്കിൽ ക്യാൻസർ രോഗം അയച്ചു. അപ്പോൾ കർത്താവ് എന്തോ ആ ക്യാൻസർ രോഗത്തിൽ പറയുന്നത്, നീ നിൻ്റെ ഭാര്യയെ ഇത്ര അധികം സ്നേഹിക്കുന്നല്ലേ, എന്നാൽ നീ ഒന്ന് പിടിച്ച് നിർത്തിക്കേ, ഞാൻ ക്യാൻസർ രോഗം കൊണ്ട് എന്നെ വേർപെടുത്താൻ പോവുക. അന്നേരം ഭർത്താവ് എന്ത് ചെയ്യണം? കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ എൻ്റെ ഭാര്യയെ ഒത്തിരി സ്നേഹിച്ചു, എന്നാൽ ഇനിയും വചനപ്രകാരം നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ് കാര്യം ശരിയാകുമ്പോൾ ചിലപ്പം ക്യാൻസർ എവിടെ പോയെന്ന് കാണാനറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് ഓരോ. അന്നേരം നമ്മൾ ക്യാൻസർ വന്ന് മരുന്ന് കൊടുത്ത്, ഡോക്ടറെ എൻ്റെ ഭാര്യയെ രക്ഷിക്കണേ, ഈ വസ്തുവിൻ്റെ ഡോക്ടർ എത്ര കോടി രൂപ വേണം, 2 ലക്ഷം വേണോ 3 ലക്ഷം വേണോ, വസ്തു വിറ്റേച്ച് തരാം, എന്നാൽ എൻ്റെ ഭാര്യയെ രക്ഷിക്കണേ. 5-6 ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറയും, ഒക്കുകയല്ല സഹോദര. പിന്നെ നെഞ്ചത്ത് കൈയടിച്ച്, അയ്യോ എന്നെ സ്നേഹിച്ച് എൻ്റെ ഭാര്യ പോയി. പിന്നിരുന്ന് കരച്ചിൽ 2 വർഷം കിടന്ന് കരഞ്ഞു. പിന്നെ കണ്ണ് തെളിയുന്നത്, അപ്പൊ ഇനി യേശുവിനെ വിളിക്കാമല്ലോ എന്ന്. അങ്ങനെ ദൈവത്തിന് നമ്മുടെ ചൂട് കൂട്ടുന്നതിന് പകരമായി നാം നേരത്തെ തന്നെ ലൂക്കോസ് 14:26 മുതലുള്ള 33 പ്രായോഗികമാക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ വായിച്ചാൽ 1 കൊരിന്ത്യർ 7:29-31 വരെ വായിച്ചാൽ, 1 Corinthians chapter 7:29-31. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണേ. ഇത് യഹോവയായ ദൈവം, ഇത് എ.എം. ശാമുവേലാണിത്. ഇത് എ.എം. ശാമുവേലിൻ്റെ ഭാര്യ, ഇത് എ.എം. ശാമുവേലിൻ്റെ മക്കൾ. എ.എം. ശാമുവേലിന് ദൈവവുമായിട്ട് അടുക്കണമെങ്കിൽ, ദൈവവുമായിട്ട് കൂടുതൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 പേരെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ദൂരെ ആക്കണം. ഒന്ന് ദൂരെ ആക്കി കഴിയുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അടുത്തു വരുന്നത്. ദൈവം അടുത്തു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജഡസ്വഭാവം എന്താവുകയുള്ളൂ? മാറുകയുള്ളൂ. ദൈവത്തോടടുത്ത് വരുന്തോറുമാണ് നമ്മുടെ അഴുക്ക് സ്വഭാവങ്ങൾ വെളിപ്പെടുന്നത്. നമ്മളിലുള്ള മാലിന്യങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുന്നത്? ദൈവത്തോട് അടുത്തു വരുമ്പോൾ. എന്നാൽ പലപ്പോഴും നമ്മൾ ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യയോട് മക്കളും അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. എന്താകുന്നില്ല, അത് മാറുന്നില്ല. ദൈവത്തോടടുത്ത് വരണമെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റി നിർത്തിയേ മതിയാവുള്ളൂ. കാരണം അങ്ങനെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ദൈവത്തോടുകൂടെ എവിടെ വാഴുവാൻ കഴിയുള്ളൂ? പുതിയ യെരൂശലേമിൽ. അപ്പോൾ നമ്മുടെ സ്വഭാവം ദൈവ സ്വഭാവമായി തീരണം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം എത്ര കാറ്റടിച്ചാലും ഉപവാസത്തോടെ കാത്തിരിക്കാൻ, നൈ കർത്താവേ, ഞാനും എൻ്റെ ഭാര്യയോ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യും? യഹോവയെ സേവിക്കും. വാക്യത്തെ പിടിച്ചുകൊണ്ട് എവിടെ കിടക്കുക? ഇവിടെ പറ്റിപ്പിടിച്ച് കിടക്കുക. കർത്താവ് 1-2 പ്രാവശ്യം അവസരം തന്നു കഴിഞ്ഞിട്ട് കർത്താവ് പറയും, നോ, ഹി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദ കിങ്ഡം. ഇവന് പുതിയ യെരൂശലേമിന് യോഗ്യൻ അല്ല. ഇവൻ പഴയ പുതിയ യെരൂശലേമിന് വെളിയിൽ കിടക്കട്ടെ. എന്നാൽ കാറ്റ് വരുമ്പോൾ, കർത്താവ് അകറ്റുമ്പോൾ, കർത്താവേ ഞാൻ നിന്നോട് അടുത്ത് വരുന്നു. യഹോവയായ ദൈവം അടുത്ത് വന്നു. യഹോവയായ ദൈവത്തോട് അടുത്ത് വന്നു. യഹോവയുടെ അടുത്ത് അടുത്ത് വന്നപ്പോൾ പിന്നെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയി. അതിന് വെളിയിലായി.
യഹോവയുമായിട്ടുള്ള ആ സംസർഗത്തിന് എന്തായി? വെളി. അതിന് വെളിയിലായി. അപ്പോൾ അവരും ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും? ഭാര്യയും ഭർത്താവും മക്കളും കണ്ടിട്ട് എന്ത് ചെയ്യും? ഞങ്ങളുടെ അപ്പൻ അകന്നു പോയല്ലോ, ഞങ്ങൾക്കിനി ആര് വേണം? യഹോവയായ ദൈവം വേണം. അവരും യഹോവയായ ദൈവത്തിലേക്ക് വരും. അവരും എന്ത് ചെയ്യും? കർത്താവെ, ഞങ്ങൾക്ക് ആശ്രയം ആരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരും എന്ത് ചെയ്യും? യഹോവയുടെ അടുത്ത് വരും. അപ്പോൾ മുഴുവൻ കുടുംബവും എന്ത് ചെയ്യും? യഹോവയുടെ സാന്നിധ്യത്തിൽ വരും. അതാണ് യഥാർത്ഥ മാർഗം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളും എന്ത് ചെയ്യും? പുതിയ യെരൂശലേമിന് വെളിയിലാവും, നിങ്ങളും പുതിയ യെരൂശലേമിന് വെളിയിൽ. അതുകൊണ്ട് പലപ്പോഴും കർത്താവ് ശോധന അയക്കുന്നത് അതിനു വേണ്ടിയാണ്. Now, I'll explain this in English one more time. See, God, I just tell you, this is God and this is A.M. Samuel. All of you can see this, please see it here. This is God, this is A.M. Samuel. And this is A.M. Samuel's wife, and this is A.M. Samuel's children. God wants to come near A.M. Samuel. If God has to come near, then these two, wife and children, should get away. Wife, and then God comes near to you. When God comes near to you, then your nature becomes God's nature. Until and unless God comes near to you, you cannot find out what is your weakness. We all have our human nature. Our human nature has to be transformed into divine nature. When God comes near you, then only you know what is your weakness. If always have wife and children never, you will never know your weakness. When God comes close to you, when God comes and checks your life, when God's presence examines your life, then you will know where is wrong, what attractions you have. Then your nature will be changed into the divine nature. Then your wife, for example, your wife also a little away, then she also thinks, my husband is, I cannot lean on my husband. She will call on God. God, I am alone. Then God also come near to them. Then the children also cry, oh Father, my father is not responsible to me. You are only with me. Then God comes to them also. Then the whole family comes in the glorious presence of God. Then the whole family will be found in the kingdom of God in New Jerusalem. This is the only way. There is no other shortcut. There is no other shortcut. We have to be mentally prepared for it. Therefore, when you are not mentally prepared, therefore God allows some problems, family troubles, sicknesses. So, my dear friend, you have to take up a decision, a painful decision. I do it in my personal life, and I see how my son grows, how my daughter-in-law grows, how my wife grows, how my daughter grows in the Lord. So I am practically tested it and practically see the results of it. So I declare before the world, this is the way. I declare before the world, this is the real family life. But to you, some people say, oh, what it is, this is like that. No, it's painful, but in the beginning it's painful. When you're covered with agape love, you will say, hallelujah, I got the true path. Otherwise, you will be destroying your family because of your weakness of phileo love. Phileo love is a weakness. How many of you heard that?
Filial love is a weakness. That weakness you should overcome that filial love with agape love. So for many saints, you see the many servants of God, they started good in the ministry. Then they thought, I should take care of my children. My children should not suffer like that. As I suffered, my children should not suffer. They take care of, bring money and make them house. Thereby they destroy the whole family. That is your dirty filial love. Dirty filial love. God wants you to be filled with the agape love. Agape love. Keep your wife little away so that she may be filled with the love of agape love. Keep your children little away so that they may be filled with the agape love. And you will also be filled with agape love. Then you see what a great joy is there. Then all of you are found. So this you have to overcome filial love. ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ തമ്മിലുള്ള സ്നേഹത്തിനേക്കാൾ ആഴമായത് ഏതാണ്? ദൈവസ്നേഹം. അപ്പോൾ ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള സ്നേഹം എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. അതിനാ കർത്താവ് പറഞ്ഞത്, എൻ്റെ ഭാര്യയോ ഭർത്താവിനെ എന്താ ലൂക്കോസ് 14:26 മുതൽ വായിച്ചാൽ. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കണം, വെറുക്കണം. പകയ്ക്കാതിരുന്നാൽ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ, ഒരുത്തൻ വീട് പണിയാൻ ആഗ്രഹിച്ചാൽ നേരത്തെ ഇരുന്ന് എന്ത് ചെയ്യും? കണക്കൂട്ടും. ഇതുപോലെ അപ്പം ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയും മക്കളുള്ള അറ്റാച്ച്മെൻറ്റ് എന്ത് ചെയ്തേക്കുള്ളൂ? കുറച്ചേ ഒക്കെയുള്ളൂ. എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം വന്നേക്കുള്ളൂ. നിങ്ങളങ്ങനെ കുറയ്ക്കുമ്പോൾ അവരും ആരുടെ അടുക്കിലേക്ക് പോകും? ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോകും. അപ്പോൾ അവരും ആ സ്നേഹത്താൽ നിറഞ്ഞു വരും. എല്ലാവരും സ്നേഹത്താൽ നിറഞ്ഞു വരും. എന്തൊരു സന്തോഷമായിരിക്കും അത്, ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി. അതുകൊണ്ട് ഈ സഹോദര സ്നേഹമാകുന്ന വിഷം, ഈ ഫിലയോ ലവ് ആകുന്ന അതൊരു പോയിന്റ്, ഒരു വിഷം പോലെയാണ്. അതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. See, the filial love is a kind of poison. When you know about agape love, you must overcome that. You must overcome that. Then only you will be found in the kingdom of God. പുതിയ യെരൂശലേമിൽ രക്ഷിക്കപ്പെട്ട പുതിയ യെരൂശലേമിൽ ഒഴിച്ച് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും കാണപ്പെടും. എന്നാൽ പുതിയ യെരൂശലേമിൽ കാണപ്പെടണമെങ്കിൽ ഈ സ്നേഹത്തെ ജയിച്ചവരായി തീർന്നെങ്കിൽ മാത്രമേ, ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആയാൽ പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ചില കാറ്റുകൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവേ, എനിക്കത് വേണ്ട, എനിക്ക് നീ മതി, എനിക്ക് നീ മതി, എനിക്ക് നീ മതി. ഹല്ലേലൂയ. അപ്പോൾ മക്കളോട്, മകനെ നീ എന്നിൽ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിൽ സാരമില്ല, യേശുവിനെ പോലെ ആയിത്തീരുക. മകനെ, ഭാര്യയോട് യേശുവിനെ പോലെ ആയിത്തീരുക, മകളെ യേശുവിനെ പോലെ ആയിത്തീരുക. അപ്പോൾ എല്ലാവരും യേശുവിനെ പോലെ ആയിത്തീർന്നു. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ്. അതാണ് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളുടെ കുടുംബത്തിന്. അവരെല്ലാവരും എവിടെ കാണപ്പെടണം? ഇവിടെ നിങ്ങളൊരു 5 ലക്ഷം കൊടുത്ത് ഒരു വസ്തു മേടിച്ചോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വസ്തു മേടിച്ചു കൊടുത്തുകൊണ്ടൊന്നും കാര്യം നടക്കയില്ല. ഞാൻ കൊമ്പനാട്ട് നെല്ലിയൊരു കർത്താവിൻ്റെ ദാസൻ്റെ ഒരു ചെറിയ കാര്യം പറയാം. തിരുവല്ലായിൽ ഉണർവ്യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ 42 വർഷമായി കർത്താവിൻ്റെ വേലയിലുള്ള കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു രാത്രി ഒരു മീറ്റിംഗ് നടത്തണേ. കാരണം എൻ്റെ മകൻ പറയുന്നു, ക്യാപ്റ്റൻ ശ്യാമയിൽ വന്ന് മീറ്റിംഗ് നടത്താമെങ്കിൽ ഞങ്ങൾ വരാം. ഞാൻ മറ്റാരുടെയും ഉപദേശിമാരുടെ പ്രസംഗം എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും യോഗങ്ങളുണ്ട്. അപ്പോൾ തിരുവല്ലായിലെ യോഗം ഒരു ഞായറാഴ്ച ആരാധന തീരുകയാണ്. അപ്പം ഞായറാഴ്ച വൈകിട്ട്
ഡയറി നോക്കിയപ്പോൾ വൈകിട്ട് യോഗമില്ല, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വേറൊരു പട്ടണത്തിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലാട്ടെ, അദ്ദേഹം കർത്താവിൻ്റെ ദാസൻ എനിക്ക് നല്ലവണ്ണം അറിയാമെന്നുള്ളത് കരയുകയൊക്കെ ചെയ്തപ്പോൾ ഭാര്യയുണ്ട്. കരഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. അവർ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് യോഗത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞു മകൻ എന്തിയെ, മകനെ കാണണമെന്ന് പറഞ്ഞു. ഉടനെ ഭാര്യയും ഭർത്താവും കൂടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മകന് ഇവിടെ ഇല്ല. ഇപ്പോൾ കോഴഞ്ചേരിയിൽ ഞാൻ നോക്കിയാൽ കോഴഞ്ചേരിയിലൊരു ബാറിൽ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്, 10-17 വയസ്സുള്ള മോനും 17 വയസ്സേ ഉള്ളൂ, 16 പെൺകുട്ടിയുമായിട്ട് അകത്തവിടെ ഇരിപ്പുണ്ട്. അവന് ബാറിലിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ വിളിക്കാമെന്ന് കത്തി എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞു, പൊയ്ക്കോണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്? ഉടനെ പറഞ്ഞു ഭാര്യ ഒരു ടീച്ചറാണ്, ഭർത്താവ് സഭാ ശുശ്രൂഷകനാണ്. ഞാൻ പറഞ്ഞു എന്താ? ഉടനെ ഭാര്യ പറയാൻ തുടങ്ങി, ഞാൻ അച്ചായനോട് പറഞ്ഞതാണ് മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുക്കണ്ട, മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഉടനെ പിതാവ് പറയാണ്, ഞാൻ വിചാരിച്ചു ഞാൻ ഉത്തരം നടന്ന് കഷ്ടപ്പെട്ടതാണ്, എൻ്റെ മകൻ അങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നതാണ്, സ്കൂളിൽ പോകുമ്പോൾ മോട്ടോർ സൈക്കിളിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് കൊടുത്തതാണ്, മോട്ടോർ സൈക്കിൾ മേടിച്ച് കൊടുത്തത്. അപ്പോൾ മകനെ അനുഗ്രഹിച്ചതാണ്. മകൻ എന്ത് ചെയ്തു? അപ്പനമ്മ ഞങ്ങൾ നടന്നു പോയി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു, മോനിപ്പോൾ എങ്ങനെ പോകണം? മോട്ടോർ സൈക്കിളിൽ പോയി ഇപ്പോഴെന്താ? അപ്പോൾ മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുത്ത് എന്തായി തീർന്നു? ആ മകനെ നരകത്തിന് യോഗ്യനാക്കി തീർത്തു. അതുപോലെ കുമ്മനാട്ട് വേറൊരു കുടുംബം, കുമ്മനാട്ട് ഇരവിപേരൂർ, ഒരു ഭാര്യയും ഭർത്താവും വന്ന് അവർ ദൈവമക്കളാണ്, പഴയ ദൈവമക്കളാണ്. അവർ വന്ന് വലിയ പണക്കാരും വേറെ പുറന്തോട്ടമൊക്കെ ഉണ്ട്. അവർ വന്ന് പറഞ്ഞു ഞങ്ങളുടെ ഈ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവന് പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി ഇങ്ങനെ പാച്ചടിക്കുക, പോലീസ് ഇൻസ്പെക്ടറും 2-3 പോലീസും ജീപ്പിൽ വന്നപ്പോൾ ഇവനെ പിടിക്കാനാണ് വന്നു. ഉടനെ അവൻ എൻ്റെ മുൻപിൽ വെച്ച് അവരോട് പറയുക, എൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ തല കണ്ടിച്ച് ഞാൻ എൻ്റെ പട്ടിക്ക് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ 3-4 പട്ടിയുണ്ട്. പോലീസുകാരോട് പറയുക, എൻ്റെ കത്തി ഉണ്ടായിരുന്നു നിങ്ങളുടെ തല കണ്ടിച്ച് ആർക്ക് കൊടുക്കും? എൻ്റെയും അപ്പനമ്മയുടെയും മുമ്പിൽ വെച്ച പോലീസുകാർ അടിച്ചവനെ താഴെ ഇട്ടു. ഞാൻ പറഞ്ഞു താഴെ ഇട്ടിട്ട് അവനെ പറയും ഇവനെ ഞങ്ങൾ വിടത്തില്ല. ഉടനെ ചോദിക്കാം നിങ്ങൾ പെന്തക്കോസുകാരാണോ ചോദിക്കുകയാണ് നിങ്ങൾ? പോലീസ് ചോദിക്കാം, വാറ്റി കെട്ടിയിട്ടു. ഓടി പിന്നെ അറിഞ്ഞു കെട്ടി തൂക്കിയിട്ട് അടിച്ചെന്ന് പറഞ്ഞു. എന്താ ചെയ്തത്? പണം കൊടുത്തു, ക്രിസ്തുവിനെ കൊടുത്തില്ല. എന്തു എടുത്തു? മക്കൾക്ക് പണം കൊടുത്തു, എന്തു ചെയ്തു? ക്രിസ്തുവിനെ കൊടുത്തില്ല. ഇതെൻ്റെ നേരിട്ട് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. എത്ര പെന്തക്കോസുകാരുടെ മക്കളാണ് ഇതുപോലെ നരകത്തിൽ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പെന്തക്കോസുകാരുടെ മക്കളാണ് നരകത്തിലേക്ക് പോകുന്നത്? നമ്മൾ അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കേണ്ടതിന് പകരം എന്തു കൊടുക്കുന്നു? ഭൗതിക നന്മകൾ കൊടുത്തിട്ട് അവരെ ഇവിടെ മോനെ പൊയ്ക്കോ നരകത്തിനേക്ക് വേണ്ടി ഡയറക്റ്റ് ടിക്കറ്റ് മേടിച്ച് കൊടുക്കുക. അവന് വീടും അവൻ്റെ അക്കൗണ്ടിൽ പണവും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെന്താ പ്രയാസം? പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഫിലയോ സ്നേഹം കൊണ്ടാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹം വന്നു കഴിഞ്ഞാൽ അവർ പട്ടിണി കിടന്നാലും വേണ്ടുകയില്ല, കടതോറും തെണ്ടി നടന്നാലും വേണ്ടുകയില്ല. നിങ്ങൾ എവിടെ വരണം? ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ കാണാം. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ ഒരുക്കണമേ, യഥാർത്ഥ വചനപ്രകാരം ഒരുങ്ങുവാൻ എനിക്ക് കൃപ നൽകണമേ. നമ്മൾക്ക് ഇത്ര വേദന ഉണ്ടാകുന്നതാണെങ്കിലും അതിപ്പോൾ ആ വേദന ശരിയാക്കാമെങ്കിൽ വാസ്തവമായ ശരിയായ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ വളരെ ദുഃഖിതരായി തീരേണ്ടി വരും. ആ ദുഃഖിതരായി തീരുമ്പോൾ നമുക്കൊന്നും സഹായിപ്പാൻ കഴിയാത്ത നിലയിലായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ആഴമായി ക്രിസ്തുവിനുള്ള സത്യത്തിൻ്റെ ആഴമായ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. The material things you give to your children will take them to hellfire. Remember,
the material things you provide for your children will take them to hellfire. And later on, your children from hellfire will cry, Papa, Mummy, why did you give me these things? If you would not have given me these things, at least I would have been found in the kingdom of God. Because you gave me all these things, I am in the hellfire. Because of your phileo love, you say, my children should not suffer, my children should not suffer. They should be happy. It is phileo love. But if you have agape love, then you will allow them to wander and come in personal knowledge with God. Then you will find them in heaven with you. Hallelujah. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഭൗതികമായ നന്മകൾ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ മക്കൾ കൂലിവേല ചെയ്താലും സാരമില്ല. ഈ ഭൂമിയിൽ അവർ കുറച്ച് നാൾ കൂലിവേല ചെയ്താലും സാരമില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് പാത്രം കഴിയാലും സാരമില്ല. എൻ്റെ മകനെ, നീ പുതിയ യെരൂശലേമിൽ വരണം. ഹല്ലേലൂയ. എൻ്റെ മകനെ, നീ പുതിയ യെരൂശലേമിൽ വരണം. അതാണ് ശരിയായ സ്നേഹം. നിങ്ങൾ വിചാരിക്കും എൻ്റെ മകൻ ഓഫീസറാകട്ടെ, വലിയവനായി തീരട്ടെ, നല്ലതാണ്. എന്നാൽ ഒടുവിൽ മാറത്ത് കൈയടിച്ചുകൊണ്ട് കരഞ്ഞു വേണ്ടി വരും. മകൻ പറയും, എന്നെ ഓഫീസറാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് നരകത്തിന് യോഗ്യനായി തീർന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സത്യവചനം പറയുകയാണ്. യഥാർത്ഥ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മധ്യയിൽ പറയുകയാണ്. ദൈവകൃപയാൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ആഴമായി ക്രിയ ചെയ്തതിനാൽ, കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ഭാര്യയും എനിക്ക് ദാനമായി തന്ന 2 മക്കളും മരുമകളും കുഞ്ഞുങ്ങളും മണവാട്ടിയായി ഒരുക്കം തികച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. ഞാൻ അവരോട് പറയുന്നത്, ഇതാണ് ഭാഗ്യമേറിയ അനുഭവം. പക്ഷേ ഈ മാർഗത്തിൽ പോകാൻ അല്പം വേദന അനുഭവിച്ചേ മതിയാകുള്ളൂ. അല്പം വേദന അനുഭവിച്ചേ മതിയാകുള്ളൂ. അല്പം വേദന അനുഭവിച്ചേ മതിയാകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിച്ചു. നിന്റെ വാക്കുകളായ ഞങ്ങളോട് സംസാരിക്കണം. അവിടെ നൽകിയ സ്നേഹത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി മനസ്സിലാക്കേണ്ട കാര്യം, അവിടുത്തെ സ്നേഹത്തെക്കാളധികം ലോകപ്രകാരമുള്ള സ്നേഹത്തെ കൈവശമിക്കാതെ കർത്താവേ അങ്ങയെ തന്നെ സ്നേഹിപ്പാൻ ലോകത്തോട് വിട പറയുന്ന ദൈവസ്നേഹത്തെ സ്വായത്തമാക്കി അങ്ങേക്ക് പ്രസാദമുള്ള ജീവിപ്പാൻ വേണം ഞങ്ങൾ ഒരിക്കലുടെ ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കാനിടയായതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. ഈ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല. ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ പലതും ഞങ്ങളുടെ ദൈവവിശ്വാസത്തിൽ അകറ്റുന്നതാണ്. ക്രൈസ്തവോളത്തിൽ പലരും ദൈവവിശ്വാസത്തെക്കാൾ ഈ ലോക സ്നേഹത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും നരകത്തിൽ യോഗ്യരായി തീരുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിലാക്കി തീർക്കുവാനും അവിടത്തേക്ക് മാത്രമേ കഴിയൂ. അവിടുത്തെ ആത്മാവിനാൽ മാത്രമേ നിരസന്നിധാനത്തിൽ അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ജീവിതം കഴിപ്പാന്റെ ഗുണം ഞങ്ങൾക്ക് സാധ്യമായി തീരുകയുള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ആത്മാവിന്റെ സഹായം മുഖാന്തരമായി അങ്ങയുടെ നാമത്തിന് മുഖത്തും കരയേറ്റുവാനുള്ള നീ ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ അന്തരാത്മാവിൽ അത്യന്തശക്തിയോടെ വെളിപ്പെടുവാനും നിന്റെ പ്രവർത്തനങ്ങൾ നടക്കുവാനിടയാകണം ഞങ്ങളെയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ വിശ്വാസം ധന്യരായി നരകത്തിന്റെ ആളുകളായി മുമ്പോട്ട് നീങ്ങുമ്പോൾ കർത്താവായ യേശു ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഇടയാകുക. ഞങ്ങൾ ഓരോരുത്തർക്കും കാരണമായി തീരേണ്ടതിന് നിന്റെ ആത്മാവ് ഞങ്ങളുടെ ശക്തമായി വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഞങ്ങൾ സംസാരിച്ച എല്ലാ വചനങ്ങൾക്കുമായി സ്തോത്രം. നിന്റെ മക്കളാ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം. കർത്താവേ, കർത്താവിന്റെ ദാസൻ സാമുവേൽ, കർത്താവിന്റെ ദാസൻ സാമുവേലിനായി പ്രാർത്ഥിക്കുന്നു. ടീമിനായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. കർത്താവ് നാൾക്കുനാൾ പ്രവർത്തനം വർദ്ധിച്ചു വരുവാൻ, നാൾക്കുനാൾ ദൈവവിശ്വാസം വർദ്ധിപ്പാൻ, നാൾക്കുനാൾ ജനങ്ങൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ നയിക്കപ്പെടുവാൻ സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ദിവസങ്ങളുടെ യോഗങ്ങളും കർത്താവിലാശമായി വർദ്ധിക്കുമാറാകണമേ. ഈ സമയത്ത് ഞങ്ങൾ വിരിയുന്നു, വിരിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങളായിരിക്കാൻ ഇടയാകണമേ. ദുർബല യോഗങ്ങളിൽ കൂടിയിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
കൃപയോടെ കേൾക്കണമേ. പിതാവാദിയുടെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടാനും നമ്മോടും തുടർന്നുള്ള ശ്വാസങ്ങളോടും ലോകങ്ങളുടെ ഭൂലോക സർവീശന്മാരോടും ഈ ഉണ്ടായിരിക്കുമാറാകട്ടെ.